എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-2025 നടക്കുന്ന 10th പ്രിലിംസിന്റെ ഡേ 15 വർക്ക്ഔട്ട് ചലഞ്ചിലേക്ക് നമ്മൾ കടക്കാണ്. ഇന്ന് 15ാമത്തെ ദിവസമാണ്. 15ാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാച്ചുറൽ സയൻസ് ആണ്. നാച്ചുറൽ സയൻസിലെ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ആ ഒരു സിലബസിലെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 2022, 2023, 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ പാക്കേജ് ആണ്. എല്ലാവരും ക്ലാസ് നന്നായി കാണുക, മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏത്? ഓപ്ഷൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, നമ്മുടെ ഇത് റിവിഷൻ ക്ലാസ് ആണ്. അത് നിങ്ങൾ ഓർക്കാൻ, നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നു, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നു. ഇതിനകത്ത് തന്നെ SCERT ടെക്സ്റ്റ് ബുക്ക് PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചു പോയിക്കോണം. ഓക്കെ, അപ്പൊ നോക്കൂ, ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഓപ്ഷൻ സി ആണ്, എക്കോളജി ആണ്. എക്കോളജി എന്താണ്? എക്കോളജി എന്ന് പറയുന്നത്, എക്കോളജി എന്താണ്? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് എക്കോളജി എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ സൈറ്റോളജി എന്ന് പറയുന്നത്? കോശങ്ങളെ കുറിച്ചുള്ള പഠനം. സൈറ്റോളജി, സെല്ല്, ആ പേര് വെച്ച് ഓർക്കാലോ, സെൽ സൈറ്റോ, സെൽ സൈറ്റോ. സൈറ്റോളജി എന്താണ്? സെല്ലുകളെ കുറിച്ചുള്ള പഠനം. ബയോളജി എന്താ? ജീവജാലങ്ങളെ കുറിച്ചുള്ള പഠനം. ബോട്ടണി എന്താണ്? സസ്യജാലങ്ങളെ കുറിച്ചുള്ള പഠനം. സുവോളജി എന്താണ്? ജന്തുജാലങ്ങളെ കുറിച്ചുള്ള പഠനം. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ഓർത്തിരുന്നോണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇക്കോളജി എന്ന് പറയുന്നത് ജീവികളും പരിസരവുമായുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ്, പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 1, പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. ഓപ്ഷൻ 2, ജീവികളും പരിസരവുമായുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് പരിസ്ഥിതി ശാസ്ത്രം. ഓപ്ഷൻ 3, ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് അലക്സാണ്ടർ വോൾ ഹംബോൾട്ട് ആണ്. ഓപ്ഷൻ ഡി, എക്കോളജി എന്ന പദം ഉത്ഭവിച്ചത് വാസസ്ഥലം എന്ന അർത്ഥം വരുന്ന ഓയിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ള ചോദ്യമാണ്. നോക്കി, ശരിയായ പ്രസ്താവന, ഒന്നാമത്തെ പ്രസ്താവനയാണ് പരിസ്ഥിതി. അപ്പൊ എന്താ പരിസ്ഥിതി? പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് എന്ത്? പരിസ്ഥിതി. നമുക്കറിയാം. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാ. 2 നോക്കൂ, ജീവികളും പരിസരവുമായുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? പരിസ്ഥിതി ശാസ്ത്രം. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാ. പരിസ്ഥിതി എന്താണെന്ന് പഠിച്ചു, പരിസ്ഥിതി ശാസ്ത്രം എന്താണെന്ന് പഠിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, എക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് അലക്സാണ്ടർ വോൾ ഹംബോൾട്ട് ആണ്. ഓടിപ്പോയി ബബിൾ ചെയ്യും, ബബിൾ ചെയ്യരുത്. എക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ വോൾ ഹംബോൾട്ട് അല്ല. ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ്. ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ് ഈ ഒരു വാക്ക്, എക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എന്നാൽ ആരാണ് അപ്പോൾ അലക്സാണ്ടർ വോൾ ഹംബോൾട്ട്? എക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, എക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അലക്സാണ്ടർ വോൾ ഹംബോൾട്ട് ആണ്. തിരിഞ്ഞു പോവല്ലേ? അപ്പൊ ഈ മൂന്നാമത്തെ പ്രസ്താവന എന്താ? തെറ്റാ. എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കലും എക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൾ ഹംബോൾട്ടുമാണ്. മറന്നുപോവല്ലേ? അങ്ങനെയെങ്കിൽ നാലാമത്തെ നോക്കി, ഇക്കോളജി എന്ന പദം ഉത്ഭവിച്ചത് വാസസ്ഥലം എന്ന അർത്ഥം വരുന്ന ഓയിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. ശരിയാണോ? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. ഇക്കോളജി എന്ന പദം ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? വാസസ്ഥലം എന്ന അർത്ഥം വരുന്ന ഓയിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അപ്പൊ ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 4 ഓപ്ഷൻ എ 1, 2, 4 ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയെങ്കിൽ ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്, കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്, മറക്കരുത്. എക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കൽ. ഇക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൾ ഹംബോൾട്ട്. ആധുനിക ഇക്കോളജിയുടെ പിതാവ് യുജിൻ പി ഓഡം. ആധുനിക ഇക്കോളജിയുടെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുജിൻ പി ഓഡം ആണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് പ്രൊഫസർ രാംഡിയോ മിസ്ട്രി ആണ്.
പ്രൊഫസർ ആർ മിശ്ര എന്ന് ചോദിച്ചാലും കറപ്പിച്ചോണം. ഇതില്ല എങ്കിൽ പ്രൊഫസർ രാംഡിയോ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? പ്രൊഫസർ രാംഡിയോ മിശ്ര. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോണേ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന ഇതിന് ഓപ്ഷൻസ് തന്നെ ഉത്തരം പറഞ്ഞു പോവാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. കണ്ണും പൂട്ടി അത് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ഇനി അടുത്തത്, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക സുനിത നരേനാണ്. ആണോ? അല്ല, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സുനിത നരേൻ ആരാ? പരിസ്ഥിതിയുടെ മാതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ പരിസ്ഥിതിയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് സുനിത നരേനാണ്. ആധുനിക പരിസ്ഥിതിയുടെ മാതാവ് അല്ല, അത് റേച്ചൽ കൈസൺ ആണ്. ഇന്ത്യൻ പരിസ്ഥിതിയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് സുനിത നരേനാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, മേധ പട്കർ എന്ന് കഴിഞ്ഞ 2023 LGS വേരിയസ് എക്സാമിന് ഒരു ഓപ്ഷൻസിനകത്ത് PSC ഉത്തര സൂചിക പ്രകാരം ഇന്ത്യൻ പരിസ്ഥിതിയുടെ മാതാവ് മേധ പട്കർ എന്നായിരുന്നു. എന്നാൽ ബാക്കിയുള്ളിടത്തെല്ലാം പറയുന്നത് ആരാണ്? സുനിത നരേൻ ആണ്. അതൊന്ന് ഓർത്തിരുന്നോളാം കേട്ടോ. അപ്പം നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക ആരാണ്? സുനിത നരേൻ അല്ല, മേധ പട്കർ ആണ്. മേധ പട്കർ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന നോക്കി, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് 2024 പരിസ്ഥിതി ദിന പ്രമേയം. ശരിയാണോ? ശരിയാണ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി നടക്കുന്ന എക്സാമിന് വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് 2024 പരിസ്ഥിതി ദിന പ്രമേയം. കറണ്ട് അഫേഴ്സിൽ ഉൾപ്പെടാവുന്നതാണ്, കറണ്ട് അഫേഴ്സിൽ വരുന്നതാണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് 2024 പരിസ്ഥിതി ദിന പ്രമേയം. മറന്നു പോവല്ലേ. അടുത്ത ചോദ്യം, 2022 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏതാ? 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം സ്വീഡനാ. അപ്പം ഇതും ശരിയാണ്. ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? നർമ്മദ ബച്ചാവോ ആന്തോളന്റെ സ്ഥാപക ആരാണ്? മേധ പട്കർ ആണ്, സുനിത നരേൻ അല്ല. അങ്ങനെയെങ്കിൽ നോക്കി നമുക്ക് അതിന്റെ കുറച്ച് പ്രസ്താവനകൾ നോക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടോ, ലോക ഭക്ഷ്യദിനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണെന്ന് അറിയാം. അപ്പൊ ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. അങ്ങനെയെങ്കിൽ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഫുഡ് ഡേ, വേൾഡ് ഫുഡ് ഡേ ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 16 ആണ്. എന്നാൽ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൺ 7 ആണ്. ജൂൺ 5 പരിസ്ഥിതി ദിനം, ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനം എല്ലാവർക്കും അറിയാം, മാർച്ച് 8 ആണ് അന്താരാഷ്ട്ര വനിതാ ദിനം. കേരളപ്പിറവി ദിനവും എല്ലാവർക്കും അറിയാം, നവംബർ 1 ആണ്. ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14 ആണ്. ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 ആണ്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം, ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഈ ഡേയ്സ് ഒന്ന് ഓർത്തിരിക്കാം. നമ്മൾ ഡേയ്സും അതിന്റെ പ്രമേയങ്ങളും അധികം താമസിക്കാതെ തന്നെ ഫുൾ ആയിട്ടൊരു വീഡിയോ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സന്റെ പുസ്തകം ഏത്? ഇമ്പോർട്ടന്റ് ആണ്. 2022 മുതലുള്ള ചോദ്യ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 2024 വരെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് റേച്ചൽ കഴ്സണും നിശബ്ദ വസന്തവും. ഞാൻ ഉത്തരം അങ്ങ് പറഞ്ഞു പോയതാണ്. ഈ റേച്ചൽ കഴ്സന്റെ പുസ്തകം ഓപ്ഷൻ ബി നിശബ്ദ വസന്തമാണ്. അതിങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല, DDT അങ്ങനെയൊക്കെ വെച്ചോണ്ട് ചോദിക്കാം. അപ്പൊ ഏതാണ് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സന്റെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിശബ്ദ വസന്തമാണ്. ഒറ്റവൈക്കോൽ വിപ്ലവം, മനസ്സുപോക്കം. ഒരു കുരുവിയുടെ പതനം ആരുടെയാണ്? സലീം അലിയുടെയാണ് കേട്ടോ. ഒരു കുരുവിയുടെ പതനം സലീം അലിയുടെ പുസ്തകമാണ്. അപ്പൊ ഈ ഒറ്റവൈക്കോൽ വിപ്ലവം, നിശബ്ദ വസന്തം, ഒരു കുരുവിയുടെ പതനം, ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ നോക്കിയേ, ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റേച്ചൽ കഴ്സൺ ആണ്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കഴ്സൺ. റേച്ചൽ കഴ്സന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പിക്ചർ ഉൾപ്പെടെ ഈ ഒരു പുസ്തകത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്.
റേച്ചൽ കഴ്സന്റെ വിഷ്ഘാതമായ ഗ്രന്ഥം സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തമാണ്. ഇതിന്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതങ്ങളാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ റേച്ചൽ കഴ്സന്റെ പുസ്തകം ഏതാ? സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമായ നിശബ്ദ വസന്തം എഴുതിയത് ആര്? റേച്ചൽ കഴ്സൺ ആണ്. എല്ലാം ഓർക്കണം. ഏത് വർഷമാ? 1972. ഇനി അതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. നിശബ്ദ വസന്തം എഴുതിയത് റേച്ചൽ കഴ്സൺ ആണ്. ഒറ്റ വൈക്കോൽ വിപ്ലവം ആരാണ്? മസനോബു ഫുക്കുവോക്കയാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. ഒരു കുരുവിയുടെ പതനം ആരുടെയാണ്? സലീം അലിയുടെയാണ്. ഈ 3 പുസ്തകങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യങ്ങളാണ്, ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ശരിയായ പ്രസ്താവന ചോദ്യമാണ്. 1. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. ഓപ്ഷൻ 2, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ജൈവമണ്ഡലം. ഓപ്ഷൻ 3, സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം അഗസ്ത്യമലയാണ്. ഓപ്ഷൻ 4, ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് സൂര്യൻ. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നോക്കുമ്പം കിട്ടുന്ന ആൻസേഴ്സ് ഉണ്ട് അല്ലെ. ആദ്യത്തെ നിങ്ങൾക്കറിയാം, ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. ശരിയാണ്, 1 ശരിയാണ്. 2, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. അതും ശരിയാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി 4 നോക്കൂ, ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് സൂര്യനാണ്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഈ 3ാമത്തെ പ്രസ്താവനയാണ്. അപ്പൊ ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോളുക. സംരക്ഷിത ജൈവമണ്ഡലത്തിന്റെ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗസ്ത്യമലയാണ്. 3ാമത്തെ പ്രസ്താവന ശരിയാ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് സസ്യങ്ങൾ. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് സൂര്യൻ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ജൈവമണ്ഡലം. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം അഗസ്ത്യമല. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോണേ. അങ്ങനെയെങ്കിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ശരി. അടുത്ത ചോദ്യം ഒരു പ്രസ്താവന ചോദ്യമാണ്. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ശരിയായ പ്രസ്താവന ചോദിച്ചേക്കുന്നത്. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ 1, ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. 2, ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ. 3, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ഓപ്ഷൻ 4, ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജിയായിരിക്കും. ശരിയായ പ്രസ്താവന. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ? ഒന്ന് നോക്കൂ. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളുമുണ്ട്, അജീവീയ ഘടകങ്ങളുമുണ്ട്. അജീവീയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ജലം വരും, മണ്ണ് വരും, താപം വരും, ഇതെല്ലാം വരുന്നത് അജീവീയ ഘടകങ്ങളാണ്. ജീവീയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഉൾപ്പെടെ എല്ലാം എന്തിൽ വരും? ജീവീയ ഘടകങ്ങളിൽ വരും. അപ്പൊ ഒരു ആവാസ വ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്? ജീവീയ ഘടകങ്ങളുമുണ്ട്, അജീവീയ ഘടകങ്ങളുമുണ്ട്. 1ാമത്തെ പ്രസ്താവന ശരി. 2 നോക്കൂ, ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ. ആണോ? അല്ല. നമ്മൾ പഠിച്ചായിരുന്നു. ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു. അതാണോ ആവാസ വ്യവസ്ഥ? അല്ല. അപ്പൊ 2ാമത്തെ പ്രസ്താവന തെറ്റ്. 3 നോക്കൂ, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ശരിയാണോ? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ എന്ത് പറയുന്നു? ആവാസം എന്ന് പറയുന്നു. ആവാസം. അനി 4ാമത്തെ, ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജിയായിരിക്കും. നമുക്കറിയാം അത് തെറ്റാണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന പുല്ല് പുൽച്ചാടി ഇവിടുന്ന് തുടക്കം. അപ്പം ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി മാംസഭോജി ആയിരിക്കില്ല. 4ാമത്തെ തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് ശരിയായ പ്രസ്താവന 1ഉം 3ഉം. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ എന്താ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്? ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ്
ആവാസ വ്യവസ്ഥ. അല്ലാതെ അതിന്റെ ചുറ്റുപാടുമായുള്ള പരസ്പര ബന്ധമല്ല പറയുന്നത്. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങളാണ് ആവാസ വ്യവസ്ഥ. അതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ. ഇനി അങ്ങനെയെങ്കിൽ ജൈവ മണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? അത് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയാണ്. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണ്? സർ ആർതർ ജി ടാൻസ്ലി ആണ്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കണം, എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹേക്കൽ ആണ്. എക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ ഫോൺ ഹംബോൾട്ട് ആണ്. ഇവിടെ പറയുന്നത് ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണ്? സർ ആർതർ ടി ടാൻസ്ലി ആണ്. ആർതർ ടി ടാൻസ്ലി. അങ്ങനെയെങ്കിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം, വനം, പുൽമേട്, മരുഭൂമി, കുളം, നദി, സമുദ്രം, തണ്ണീർത്തടം ഇവയെല്ലാം എന്താണ്? ഒരു ആവാസ വ്യവസ്ഥയാണ്. അവിടെ അജീവിയവുമുണ്ട് അജീവിയവുമായിട്ടുള്ള ഘടകങ്ങൾ ചേർന്ന് അവ പരസ്പരം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ. ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവികളെ എല്ലാം ചേർത്ത് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ജീവി സമുദായമാണ്. ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവികളെ എല്ലാം ചേർത്ത് പറയുന്ന പേര് ജീവി സമുദായം അല്ലെങ്കിൽ ബയോട്ടിക് കമ്മ്യൂണിറ്റി. ബയോട്ടിക് കമ്മ്യൂണിറ്റി. അങ്ങനെയെങ്കിൽ എന്താണ് ജീവിയ ഘടകങ്ങൾ? ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു കുളം എടുക്കുകയാണെങ്കിൽ കുളത്തിലെ ജലസസ്യങ്ങൾ വരും, ചെറു മീനുകൾ വരും, ചെറു പ്രാണികൾ വരും. ഇവയെല്ലാം എന്താണ്? ജീവിയ ഘടകങ്ങളാണ്. ഒരു ജീവിയുടെ ചുറ്റുപാടിലുള്ളതും അതിന്റെ നിലനിൽപ്പിൽ സ്വാധീനം ചെലുത്തുന്നതുമായ മറ്റു ജീവികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് ജീവിയ ഘടകങ്ങൾ അല്ലെങ്കിൽ ബയോട്ടിക് ഫാക്ടേഴ്സ്. അങ്ങനെയെങ്കിൽ എന്താണ് അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അജീവീയ ഘടകങ്ങൾ? പ്രകാശം, ജലം, മണ്ണ്, താപം തുടങ്ങിയ ഘടകങ്ങളാണ്. ചുറ്റുപാടുമുള്ള താപം, പ്രകാശം, മണ്ണ്, ജലം തുടങ്ങിയ ഘടകങ്ങളെയാണ് അജീവീയ ഘടകങ്ങൾ അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ഏത് പേരിലാണ് ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സ്റ്റീനോതെർമൽ, ഓപ്ഷൻ ബി യൂറിതെർമൽ, ഓപ്ഷൻ സി യൂറിഹാലൈൻ, ഓപ്ഷൻ ഡി സ്റ്റീനോഹാലൈൻ. നമുക്കറിയാം ഹാലൈൻ വരുന്നത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, ചൂടുമായി അല്ലെങ്കിൽ ഊഷ്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഹാലൈൻ എന്ന പദം വരുന്നത്. അപ്പൊ നമുക്ക് ആലോചിക്കേണ്ടത് ഇനി സ്റ്റീനോതെർമൽ ആണോ യൂറിതെർമൽ ആണോ? എപ്പോഴും ഓർത്തിരിക്കുക, ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത് യൂറിതെർമൽ എന്നാണ്. യൂറിതെർമൽ. അപ്പം വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ പറ്റാത്തതിനെ പറയുന്ന എന്താണ്? ചെറിയ ഇതിനെ അതിജീവിക്കുന്നവരെ പറയുന്ന പേരെന്താണ്? അത് സ്റ്റീനോതെർമൽ ആണ്. ഇനി ലവണങ്ങളാണ് വരുന്നതെങ്കിൽ അതാണ് യൂറിഹാലൈനും അല്ലെങ്കിൽ സ്റ്റീനോഹാലൈനും. ക്ലിയർ ആയോ പറയുന്നത്? അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ് യൂറിതെർമൽ? ചില ജീവികൾക്ക് ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ പോലും ചെറുത്തു നിൽക്കാനും അതിജീവിക്കുവാനും കഴിയും. ഇത്തരം ജീവജാലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് യൂറിതെർമൽ. ഇനി എന്നാൽ ബഹുഭൂരിപക്ഷം ജീവികൾക്കും ഊഷ്മാവിന്റെ ചെറിയ വ്യതിയാനങ്ങളെ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കൂ. ഇങ്ങനെയുള്ള ജീവികളെ അറിയപ്പെടുന്ന പേരെന്താണ്? സ്റ്റീനോതെർമൽ എന്നാണ്. സ്റ്റീനോതെർമൽ. അപ്പൊ എന്താ യൂറിഹാലൈൻ? ഇത് സെയിം ഇത് തന്നെ. യൂറിഹാലൈൻ എന്ന് പറയുമ്പോൾ ലവണത്തിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്ന ജീവികളാണ് യൂറിഹാലൈൻ. ലവണത്തിന്റെ കുറഞ്ഞ വ്യതിയാനങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്ന ജീവികൾ എന്താണ്? സ്റ്റീനോഹാലൈൻ. ക്ലിയർ ആയോ? യൂറിഹാലൈനും സ്റ്റീനോഹാലൈനും. ഹാലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലവണങ്ങളാണ്. അത് അതിജീവിക്കാൻ കഴിയുന്നതാണെങ്കിൽ, വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാനാണെങ്കിൽ യൂറിഹാലൈൻ, ചെറിയ വ്യതിയാനങ്ങളാണെങ്കിൽ സ്റ്റീനോഹാലൈൻ. അതേപോലെ തന്നെ യൂറിതെർമൽ വലിയ ഊഷ്മാക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതെന്താണ്? യൂറിഹാലൈൻ ആണ്. ഇനി അതല്ല യൂറിതെർമൽ ആണ്. ഇനി സ്റ്റീനോതെർമൽ എന്താണെന്ന് ചോദിച്ചാൽ ഊഷ്മാവിന്റെ ചെറിയ വ്യതിയാനങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്ന പേരാണ് സ്റ്റീനോതെർമൽ. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അത് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജിയാ. അങ്ങനാണ് എങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാ? ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം ആരായിരിക്കും? ഹരിതസസ്യങ്ങളായിരിക്കും അല്ലെ? ആദ്യത്തെ കണ്ണി എപ്പോഴും എന്താണ്? ഹരിതസസ്യങ്ങളാണ്. അവസാനത്തെ കണ്ണി മാംസഭോജികളാണ്, അല്ലെങ്കിൽ വിഘാടകരും വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നോക്കൂ, എന്താണ് ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്? ഉൽപാദകരിൽ നിന്നും ഭക്ഷ്യോർജം. ഉൽപാദകർ എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും?
സസ്യങ്ങളാണ് അല്ലെ. സസ്യങ്ങളിൽ നിന്നും ഭക്ഷ്യോർജം ഉപഭോക്താക്കളിലേക്ക് ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് വഴി വിവിധ തലങ്ങളിലൂടെ മാറ്റപ്പെടുന്ന ശൃംഖലയാണ് ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഫുഡ് വെബ് അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് പറയുന്നത്? ഒരു ജീവി സമൂഹത്തിലെ ജീവികളുടെ പരസ്പര ബന്ധിതമായ ഭക്ഷ്യ ശൃംഖലകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്, അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോകും. വിഘാടകർ അങ്ങനെ അങ്ങോട്ട് പോകും. അതാണ് എന്ത് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഒരു ജീവി സമൂഹത്തിലെ ജീവികളുടെ പരസ്പര ബന്ധിതമായ ഭക്ഷ്യ ശൃംഖലകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് എന്ത് ഭക്ഷ്യ ശൃംഖലാ ജാലം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി? അങ്ങനെയെങ്കിൽ ഭക്ഷ്യ ശൃംഖല രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. മിക്കവാറും ഇത് കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിനകത്താണ് വരുന്നത്. എന്നാലും നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക, ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഒന്ന് ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖല, രണ്ടാമത്തത് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഡെട്രിറ്റസ് ഭക്ഷ്യ ശൃംഖല. ഒന്നാമത്തെ ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖല ഹരിത സസ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മളിപ്പം പറഞ്ഞു പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്, ബാക്ടീരിയം എന്നിവയൊക്കെ. ഇനി ഡെട്രിറ്റസ് ഭക്ഷ്യ ശൃംഖല മൃത കാർബണിക വസ്തുക്കളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? മൃത കാർബണിക വസ്തുക്കൾ, അത് കഴിഞ്ഞാൽ അത് വിഘാടകർ വരും. വിഘാടകർ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് വിഘടിപ്പിക്കത്തില്ല, അതാണ് വിഘാടകർ. മണ്ണിലെ പദാർത്ഥം, ചെറിയ മാംസഭോജികൾ, വലിയ മാംസഭോജികൾ, വിഘാടകർ. ക്ലിയർ ആയോ? രണ്ടെണ്ണോ ഒന്ന് നോക്കിയിരിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന ചോദ്യമാണ്. ഒന്നാമത്തത് മൃതഭോജികൾ മൃതാവശിഷ്ടങ്ങളെ ചെറിയ കണികളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഫ്രാഗ്മെന്റേഷൻ. രണ്ട്, ബാക്ടീരിയ, ഫംഗസ് എന്നിവയിലെ രാസാഗ്നികൾ മൃതാവശിഷ്ടങ്ങളിൽ ലഘുകണിയുള്ള അകാർബണിക വസ്തുക്കളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അപചയം. മൂന്ന്, ജൈവ വസ്തുക്കളെ സൂക്ഷ്മാണുക്കൾ വിഘടിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഇരുണ്ട നിറത്തിലുള്ള പരൽ രൂപമില്ലാത്ത വസ്തുവായ ഹ്യൂമസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഹ്യൂമിഫിക്കേഷൻ. ഓപ്ഷൻ 4, ഹ്യൂമസിനെ ചില സൂക്ഷ്മജീവികൾ വിഘടിപ്പിക്കുന്നതിന്റെ ഫലമായി അകാർബണിക പോഷകങ്ങൾ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ലീച്ചിങ്. 4 പ്രക്രിയകളാ ചോദിച്ചേക്കുന്നത്. ആ പ്രക്രിയകളിൽ നിന്നും ശരിയായ പ്രക്രിയകൾ അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത് വെച്ച് നോക്കാം. ഇതിന്റെ കൂടെ തന്നെ ഇതങ്ങ് പഠിച്ചു പോവുക. ഇനി മുതൽ ഞാൻ ഈ ശനിയാഴ്ച എക്സാം വരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. നമുക്കിനി മൈക്രോ നോട്ട്സ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതി പഠിച്ചു പോകാനുള്ള ടൈം ഇല്ല. നിങ്ങൾക്ക് ഈ സയൻസ് മാത്രമല്ല ഒരുപാട് വിഷയങ്ങളുണ്ട് പഠിക്കാൻ. അപ്പം നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുക, വായിക്കുക, അങ്ങനെ അങ്ങ് പഠിക്കുക കേട്ടോ. നോട്ട് ഉണ്ടാക്കി പഠിക്കുമ്പോൾ ഒരുപാട് സമയം പോകും. അങ്ങനെ പഠിച്ചാൽ മാത്രം മനസ്സിലാവുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തത് മൃതഭോജികൾ മൃതാവശിഷ്ടങ്ങളെ ചെറിയ കണികകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത് ഫ്രാഗ്മെന്റേഷൻ. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാ. മൃതഭോജികൾ മൃതാവശിഷ്ടങ്ങളെ ചെറിയ കണികകളാക്കി മാറ്റുന്ന പ്രക്രിയ എന്താണ്? ഫ്രാഗ്മെന്റേഷൻ എന്നാ അറിയപ്പെടുന്നത്. അപ്പൊ ഫ്രാഗ്മെന്റേഷൻ എന്താണെന്ന് പഠിച്ചു. എന്താ ഫ്രാഗ്മെന്റേഷൻ? മൃതഭോജികൾ മൃതാവശിഷ്ടങ്ങളെ ചെറിയ കണികകളാക്കി മാറ്റുന്ന പ്രക്രിയ ഫ്രാഗ്മെന്റേഷൻ. ഇനി രണ്ടാമത്തെ പ്രക്രിയ നോക്കി. ബാക്ടീരിയ, ഫംഗസ് എന്നിവയിലെ രാസാഗ്നികൾ മൃതാവശിഷ്ടങ്ങളിലെ ലഘുഘടനയുള്ള അകാർബണിക വസ്തുക്കളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അപചയം. അപചയം അല്ലെങ്കിൽ കാറ്റബോളിസം. കാറ്റബോളിസം ശരിയാണോ? കാറ്റബോളിസം അപചയം എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാ. ബാക്ടീരിയ, ഫംഗസ് എന്നിവയിലെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൽ എന്നിവയിലെ രാസാഗ്നികള് മൃതാവശിഷ്ടങ്ങൾ ലഘുഘടനകളുള്ള അകാർബണിക വസ്തുക്കളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അപചയം അല്ലെങ്കിൽ കാറ്റബോളിസം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കൂ. ജൈവ വസ്തുക്കളെ സൂക്ഷ്മാണുക്കൾ വിഘടിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഇരുണ്ട നിറത്തിലുള്ള പരൽ രൂപമില്ലാത്ത വസ്തുവായ ഹ്യൂമസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഹ്യൂമിഫിക്കേഷൻ. ശരിയാണല്ലേ? ഹ്യൂമസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഹ്യൂമിഫിക്കേഷൻ. എങ്ങനെയാ ഹ്യൂമസ് ഉണ്ടാവുന്നത്? ജൈവ വസ്തുക്കളെ സൂക്ഷ്മാണുക്കൾ വിഘടിപ്പിച്ച് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് വിഘടിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇരുണ്ട നിറത്തിലുള്ള പരൽ രൂപമില്ലാത്ത, ഇമ്പോർട്ടന്റ് ആണ്, അതിന് എന്താണ്? ക്രിസ്റ്റൽ സൈസ് ഇല്ല, ക്രിസ്റ്റൽ ഷേപ്പ് ഇല്ല, പരൽ രൂപമില്ലാത്ത വസ്തുവായ ഹ്യൂമസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ്. അതിന് പ്രത്യേക ഒരു ഷേപ്പ് ഇല്ല, അങ്ങനെ വരുന്നതാണ് ഹ്യൂമിഫിക്കേഷൻ. അപ്പൊ നാലാമത്തെ നോക്കൂ. മൂന്നും ശരിയാ. നാലാമത്തെ നോക്കി. ഹ്യൂമസിനെ ചില സൂക്ഷ്മജീവികൾ വിഘടിപ്പിക്കുന്നതിന്റെ ഫലമായി അകാർബണിക പോഷകങ്ങൾ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ലീച്ചിങ്. ശരിയാണോ? അത് തെറ്റാണ്. ഹ്യൂമസിനെ ചില സൂക്ഷ്മ ജീവികൾ വിഘടിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് അകാർബണിക പോഷകങ്ങൾ സ്വതന്ത്രമാകുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്?
മിനറലൈസേഷൻ അല്ലെങ്കിൽ ധാതുവൽക്കരണം എന്നാണ്. അപ്പൊ ധാതുവൽക്കരണം എന്താണെന്ന് പഠിച്ചല്ലോ. ഹ്യൂമസിനെ ചില സൂക്ഷ്മജീവികൾ വിഘടിപ്പിക്കുന്നതിന്റെ ഫലമായി അകാർബണിക പോഷകങ്ങൾ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ധാതുവൽക്കരണം അല്ലെങ്കിൽ മിനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഹ്യൂമസിനെ ചില സൂക്ഷ്മജീവികൾ വിഘടിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് അകാർബണിക പോഷകങ്ങൾ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ ധാതുവൽക്കരണം അല്ലെങ്കിൽ മിനറലൈസേഷൻ. അപ്പോൾ എന്താണ് ലീച്ചിങ്? ലീച്ചിങ്ങിന്റെ ഫലമായി ജലത്തിൽ ലയിക്കുന്ന അകാർബണിക പോഷകങ്ങൾ മണ്ണിന്റെ അടിത്തട്ടിലേക്ക് പോവുകയും ലഭ്യമല്ലാത്ത രീതിയിൽ ലവണങ്ങളായി അവക്ഷിപ്തപ്പെടുകയും ചെയ്യുന്നു. ആ പ്രോസസ് ആണ് ലീച്ചിങ്. ലീച്ചിങ് എന്താണെന്ന് പഠിച്ചോ? എന്താ ലീച്ചിങ്? ലീച്ചിങ്ങിന്റെ ഫലമായിട്ട് ജലത്തിൽ ലയിക്കുന്ന അകാർബണിക പോഷകങ്ങൾ ഉണ്ടല്ലോ, ഇവ മണ്ണിന്റെ അടിത്തട്ടിലേക്ക് പോവുകയും ലഭ്യമല്ലാത്ത രീതിയിൽ ലവണങ്ങളായിട്ട് മാറുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലീച്ചിങ് പ്രോസസ് ഒക്കെ വേറെ നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സിലായല്ലോ ഇത്. അപ്പൊ ലീച്ചിങ് ആണ് അതിനകത്ത് പറഞ്ഞ തെറ്റായിട്ടുള്ള പ്രസ്താവന, ശരിയായിട്ടുള്ള പ്രസ്താവന മാറ്റി പഠിച്ചുകൊള്ളുക. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം. ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. പോഷണത്തിനായിട്ട് സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലമാ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒന്നാമത്തത് ആരാണ്? ഉൽപാദകർ ആണ് അല്ലെ. ഈ ഉൽപാദകർ വരുന്നത് ഉൽപാദകർ എന്ന് പറയുന്നത് ആരാണ്? അത് സസ്യങ്ങളാണ്. ഉൽപാദകർ എന്ന് പറഞ്ഞാല് സസ്യങ്ങളാണ്. ഇവരാണ് ഒന്നാമത്തെ തലത്തിൽ വരുന്നത് ആണേ. ഇനി രണ്ടാമത്തെ തലമുണ്ടല്ലോ, പ്രാഥമിക ഉപഭോക്താക്കൾ. പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാല് സസ്യാഹാരികളാണ് അല്ലെ. സസ്യാഹാരികളാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കൾ. ഇനി മൂന്നാമത്തെ തലത്തിൽ വരുന്നതാണ് എന്താണ്? മൂന്നാമത്തെ തലത്തിൽ വരുന്നത്, മൂന്നാമത്തെ പോഷണ തലം ആരാണ്? മാംസാഹാരികളാണ്. മാംസാഹാരികൾ. നമ്മൾ ഉത്തരം കിട്ടി അല്ലെ. ദ്വിതീയ ഉപഭോക്താക്കൾ. ദ്വിതീയ ഉപഭോക്താക്കൾ ആരാണ്? ദ്വിതീയ ഉപഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചുള്ളത് മാംസാഹാരികളാണ്. പ്രാഥമികം സസ്യാഹാരികൾ, ദ്വിതീയം മാംസാഹാരികൾ. അപ്പൊ നാലാമത്തെ ഉണ്ടല്ലോ, നാലാമത്തെ പോഷണതലം അല്ലെങ്കിൽ തൃതീയ ഉപഭോക്താക്കൾ. തൃതീയ ഉപഭോക്താക്കൾ ആരാണ്? ഈ മാംസാഹാരികളെ ഭക്ഷിക്കുന്നത്. മാംസാഹാരികളെ ഭക്ഷിക്കുകയാണെങ്കിൽ അതിനകത്ത് ആര് വരും? പരുന്ത് വരും അല്ലെ. പരുന്തൊക്കെ ആരാണ്? തൃതീയ പോഷണതലത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ തൃതീയ ഉപഭോക്താക്കളിൽ വരുന്നതാണ്, നാലാമത്തെ പോഷണ തലത്തിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം. എളുപ്പത്തിൽ ഓർക്കാം. ഒന്ന് സസ്യം, രണ്ട് സസ്യാഹാരികൾ, മൂന്നാരാണ്? മാംസാഹാരികൾ. അപ്പൊ മൂന്നാമത്തെയാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി മൂന്നാണ് ശരിയായിട്ടുള്ളത്. ക്ലിയർ ആയേ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ. ഹൈഡ്രാക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. ഇതിനകത്ത് എന്താണ് ഹൈഡ്രാക്ക് എന്നറിയണം. എന്താ ഹൈഡ്രാക്ക് എന്ന് പറയുന്നത്? ഹൈഡ്രാക്ക് എന്ന് പറയുന്നത് കുളത്തിലും തടാകത്തിലും ഒക്കെ നടക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടല്ലോ, ആ ഘട്ടങ്ങൾ അല്ലെങ്കിൽ ക്രമമായി നടക്കുന്ന അനുക്രമത്തെ പറയുന്ന പേരാണ്. തടാകങ്ങളും കുളത്തിലും ഒക്കെ നടക്കുന്ന അനുക്രമത്തെ പറയുന്ന സക്സഷനെ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രാക്ക്. ജലം, കുളം, ഹൈഡ്രോ. അപ്പം വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തിരിക്കാം. ഇനി വേറൊന്നും നമ്മൾ പറയും. അപ്പൊ ഇത് ഹൈഡ്രാക്ക് ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഹൈഡ്രാക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഇതിനകത്തെ തടാകത്തിലും കുളത്തിലും നടക്കുന്ന പാരിസ്ഥിതിക അനുക്രമമാണ് ഹൈഡ്രാക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തെ ഘട്ടങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് സസ്യപ്ലവക ഘട്ടം, രണ്ട് പറയുന്ന പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, മൂന്ന് മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, നാല് കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം, അഞ്ചെന്ന് പറയുന്ന മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം. ഇനി ഇതിനകത്ത് ശരിയായിട്ടുള്ളത് നോക്കാം. ഒന്നാമത്തത് ഏതാണ്? എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ ഏതാ? സസ്യപ്ലവക ഘട്ടം തന്നെ. ഓപ്ഷൻ എ സസ്യപ്ലവക ഘട്ടം ഒന്നാമത്തത് ശരിയായിട്ടുള്ളതാണ്. ഏതാണ്? സസ്യപ്ലവക ഘട്ടമാണ് ഒന്നാമത് വരുന്നത്. ഇനി രണ്ടാമത് വരുന്ന ഏതാണ്? സസ്യപ്ലവക ഘട്ടം കഴിഞ്ഞാൽ വരുന്നത് മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടമാണ്. ഓപ്ഷൻ സി ആണ് രണ്ടാമത് വരുന്നത്. മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം. മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം. അടുത്ത ഘട്ടം വരുന്ന ഏതാണ്? മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം. മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം. അടുത്തത് എന്താ വരുന്നേ? പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം. പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടമാണ് അടുത്തത് വരുന്നത്. അടുത്ത ലാസ്റ്റ് വരുന്ന ഏതാണ്?
കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. അപ്പം മരങ്ങൾ വരും. ഇപ്പം കുറ്റിച്ചെടികൾ മരങ്ങൾ ഉൾപ്പെട്ട ഘട്ടം. അയ്യോ ടീച്ചർ മരങ്ങൾ പറഞ്ഞില്ല, അങ്ങനെയൊന്നും വിചാരിക്കല്ല. കുറ്റിച്ചെടികൾ മരങ്ങൾ ഉൾപ്പെട്ട ഘട്ടമാണ് 5ാമത്തെ ഘട്ടം എന്ന് ഓർത്തിരിക്കുക. അതിന്റെ ഇടയിൽ വേറൊരു ഘട്ടം വരും. മൊത്തം 6 ഘട്ടങ്ങളാണ് വരുന്നത്. ഈ 5ന്റെ തൊട്ട് മുമ്പ് മറ്റൊരു ഘട്ടം വരും, ചതുപ്പിലെ പുൽത്തകിടി ഘട്ടം കേട്ടോ. ചതുപ്പിലെ പുൽത്തകിടി ഘട്ടം അതുകൂടി ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഓപ്ഷൻസിനകത്ത് അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ചതുപ്പിലെ പുൽത്തകിടി ഘട്ടം അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അതാണ് 5ാമത്തത്. 6ാമത്തതാണ് കുറ്റിച്ചെടികളും മരങ്ങളും ഉൾപ്പെട്ട ഘട്ടം. ക്ലിയർ ആയോ? അപ്പൊ ഹൈഡ്രാക്റ്റിലെ അനുക്രമം പഠിച്ചല്ലോ. 1 സസ്യപ്ലവക ഘട്ടം, 2 എന്ന് പറയുന്ന മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, അടുത്തത് എങ്ങനെ വരുന്ന മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, അടുത്ത പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, അടുത്ത ചതുപ്പിലെ പുൽത്തകിടി ഘട്ടം. അതാണ് ഈ പറയുന്നത്. രണ്ടും സെയിം ആണ്, ഏകദേശം സെയിം ആണ്. അടുത്ത കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ മരങ്ങൾ ഉൾപ്പെട്ട ഘട്ടം. അപ്പൊ ഹൈഡ്രാക് അനുക്രമം പഠിച്ചു അല്ലെ? ഓപ്ഷൻ സി ACEBD ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ നോക്കി, എന്താണ് അനുക്രമം അല്ലെങ്കിൽ സക്സഷൻ എന്ന് പറയുന്നത്? ജീവജാലങ്ങൾ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ആരംഭിക്കുന്ന പ്രക്രിയ. ജീവജാലങ്ങൾ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ആരംഭിക്കുന്ന പ്രക്രിയയാണ് അനുക്രമം അല്ലെങ്കിൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹൈഡ്രാക് എന്ന് ചോദിച്ചാൽ, കുളത്തിലോ തടാകത്തിലോ നടക്കുന്ന പാരിസ്ഥിതിക അനുക്രമമാണ് ഹൈഡ്രാക് അനുക്രമം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഹൈഡ്രാക് അനുക്രമം മൂലം അവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇത് ഈർപ്പമുള്ള കുളങ്ങള് തടാകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈർപ്പമുള്ള പ്രദേശമാണ് അല്ലെ? അപ്പൊ ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ ഹൈഡ്രാക് അനുക്രമം നടക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ജലമുള്ള അവസ്ഥയിൽ നിന്ന് ആ സ്ഥലം എന്തായിട്ട് മാറും? മിതോഷ്ണ അവസ്ഥയിലേക്ക് മാറുന്നു. ജലമുള്ള അവസ്ഥയിൽ നിന്ന് അത് മിതോഷ്ണ അവസ്ഥയിലേക്ക് മാറുന്നു. അതാണ് ഹൈഡ്രാക് അനുക്രമം. ഇനി അതല്ല, സീറാക് അനുക്രമമുണ്ട്. എന്താണ് സീറാക് അനുക്രമം? വരണ്ട പ്രദേശങ്ങളിൽ പാറകളിൽ നടക്കുന്ന അനുക്രമമാണ് സീറാക് അനുക്രമം എന്ന് പറയുന്നത്. സീറാക് അനുക്രമം എന്താ? വരണ്ട പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പാറകളിൽ നടക്കുന്ന അനുക്രമത്തെ അറിയപ്പെടുന്ന പേരാണ് സീറാക് അനുക്രമം. അപ്പൊ ഒരു ചോദ്യം വരാം, സീറാക് അനുക്രമം നടക്കുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? ഇത് സീറാക് അനുക്രമം നടക്കുന്ന എവിടെ? വരണ്ട പ്രദേശം അല്ലെങ്കിൽ മരുപ്രദേശമാണ്. ഈ മരുപ്രദേശം അല്ലെങ്കിൽ വരണ്ട പ്രദേശത്ത് സീറാക് അനുക്രമം നടക്കുന്നതിന്റെ ഫലമായിട്ട് മരുപ്രദേശം മിതോഷ്ണ പ്രദേശമായിട്ട് മാറുന്നു. അതും എന്തായിട്ട് മാറുന്നു? മിതോഷ്ണ പ്രദേശമായിട്ട് മാറുന്നു. അപ്പൊ ഹൈഡ്ര ഓർക്കുമ്പോൾ ഓർത്താൽ മതി, അത് ജലവുമായി ബന്ധപ്പെട്ടാണ്, ജലത്തിന്റെ ആ ഒരു ഇതിലാണ്. സിറാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മരുപ്രദേശമാണ് അല്ലെങ്കിൽ വരണ്ട പ്രദേശമാണ്. ഇനി സിറാക്ക് അനുക്രമത്തിൽ നടക്കുന്ന ഘട്ടങ്ങളുണ്ട്. മറ്റേ നമ്മൾ പറഞ്ഞാലും ഹൈഡ്രാക്കിൽ നടക്കുന്നതാണ്. സിറാക്കിൽ എങ്ങനെയാണ്? 1ാമത്തെ ഘട്ടം ക്ലസ്റ്റോസ് ലൈക്കൻ ഘട്ടം, 2 ഫോളിയോസ് ലൈക്കൻ ഘട്ടം, 3 ബ്രയോഫൈറ്റ് ഘട്ടം, 4 കുറ്റിച്ചെടി ഘട്ടം, 5 മരങ്ങൾ തിങ്ങി വളരുന്ന ഘട്ടം. ഈ 5 ഘട്ടങ്ങളോടൊന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം. നമുക്ക് ആ ഘട്ടങ്ങളൊന്നും വിശദീകരിക്കാനുള്ള ടൈം ഇല്ല. നമ്മളിതൊരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും ക്ലാസ്സുകളിൽ എടുക്കും. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വാസസ്ഥലത്തിന് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാ? ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല, നിങ്ങൾക്കറിയാം ഏതാണ്? ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകളാണ് അല്ലെ? വാസസ്ഥലത്തിനായിട്ട് മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്ന, ആഹാരം ജലം അങ്ങനെയൊന്നും അല്ല, വാസസ്ഥലത്തിന് മാത്രമായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നതാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് മരവാഴ. അപ്പൊ മരവാഴ എന്തിന് ഉദാഹരണമാണ്? എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷനും ആണ്. ഇന്ന് ഓർത്തിരിക്കുക കേട്ടോ. മരവാഴ അവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണമാണ്. എപ്പിഫൈറ്റുകൾ അപ്പൊ ഓർത്തിരിക്കാലോ. അങ്ങനെയെങ്കിൽ എന്താണ് പരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്? മാവിനകത്ത് ഇത്തിൽ കണ്ണി അല്ലെ? അതെന്താണ്? ഒരു പരാഗമാണ്. അപ്പം മറ്റു സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മൂടില്ലാത്താളി, ഇത്തിള് അവയെല്ലാം എന്താണ്? പരാഗ സസ്യങ്ങളാണ്. ഇനി പൂർണ്ണ പരാഗത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂടില്ലാത്താളിയാണ്. ഇത്തിളെന്ന് പറഞ്ഞാൽ ഭാഗിക പരാഗ സസ്യമാണ്. പൂർണ്ണ പരാഗത്തിന് ഉദാഹരണം ഏതാണ്? മൂടില്ലാത്താളിയാണ്. എന്താണ് അപ്പോൾ അർദ്ധപരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും മാത്രം വലിച്ചെടുക്കും, എന്നിട്ട് അത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. ജലത്തിനും ഇതിനും വേണ്ടി മാത്രം, ലവണത്തിനും വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നതാണ് അർദ്ധപരാഗ സസ്യങ്ങൾ. ഉദാഹരണം ഇത്തിക്കണ്ണി, ചന്ദനമരം ഇവയെല്ലാം ഭാഗിക പരാഗത്തിന് ഉദാഹരണമാണ്. ഇനി എന്താണ് ആരോഹികൾ? നമുക്കറിയാം പടർന്നു കയറുന്നവയാണ് ആരോഹികൾ അല്ലെ? അപ്പൊ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ എന്ന് പറയുന്നത്.
കുരുമുളക്, പാവൽ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. എന്താണ് ശവോപജീവികൾ എന്ന് പറയുന്നത്? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗീകരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. ഉദാഹരണം പറഞ്ഞാൽ റൊട്ടിയിൽ വളരുന്ന പൂപ്പലുകളൊക്കെ എന്തിന് ഉദാഹരണമാ? ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ക്ലിയർ ആയെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പൊയ്ക്കോട്ടെ. അടുത്ത ചോദ്യം ഇതാണ്, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജന്റെ കുറവുണ്ടാവുമ്പോഴാണ് കേട്ടോ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ നൈട്രജൻ മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉദാഹരണം കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണം വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി എന്നിവയെല്ലാം ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ് എന്നിവയാണ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന മണ്ണിലെ ബാക്ടീരിയകൾ ഏതൊക്കെയാണ്? അസറ്റോബാക്ടറും നൈട്രോബാക്ടറുമാണ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന മണ്ണിലെ ബാക്ടീരിയകൾ അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ. പിന്നെ റൈസോപ്പസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിനു പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? 2023 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അന്യദേശ ജീവികളുടെ അധിനിവേശം, പാരിസ്ഥിതിക മലിനീകരണം, സഹവംശനാശം, പ്രകൃതി ദുരന്തങ്ങൾ. ഏതാണ് ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത്? ഓപ്ഷൻ 1 ആണ് അന്യദേശ ജീവികളുടെ അധിനിവേശമാണ്. അന്യദേശ ജീവികളുടെ അധിനിവേശം കൂടാതെ തന്നെ ഏതും വരും? സഹവംശനാശം. അടുത്തത് വരുന്നത് ഏതാണ്? സഹവംശനാശം. അപ്പൊ ഇത് രണ്ടും ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളവയാണ് എന്ന് ഓർത്തിരിക്കുക. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ എന്താ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്? ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം. ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യമാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ഇനി ഈ ജൈവ വൈവിധ്യങ്ങള് വിവിധ തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ജനിതക വൈവിധ്യം അല്ലെങ്കിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി. രണ്ടാമത്തത് സ്പീഷീസുകളുടെ വൈവിധ്യം അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. മൂന്നാമത്തത് പാരിസ്ഥിതിക വൈവിധ്യം അല്ലെങ്കിൽ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പൊ ഇത് ഇത്രയും വ്യത്യസ്ത തരമായിട്ടുള്ള ജൈവ വൈവിധ്യങ്ങളാണ്. അതൊക്കെ നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ഇങ്ങനെയാണ്, ജൈവ വൈവിധ്യം കുറയാനുള്ള കാരണങ്ങള്. ജൈവ വൈവിധ്യം കുറയാനുള്ള കാരണം എന്താ? നമുക്ക് നോക്കുമ്പോഴേ അറിയാം. ഒന്ന് എന്താണ്? വാസസ്ഥലത്തിന്റെ നഷ്ടവും വിഘടനവും. ഒന്ന് വാസസ്ഥലത്തിന്റെ നഷ്ടവും വിഘടനവും. രണ്ടാമത് വരുന്ന എന്താണ്? അമിത ചൂഷണം. 3 വിദേശീയ ജീവികളുടെ കടന്നുകയറ്റം. 4 സഹവംശനാശം. അതാണ് തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളവ ഏതെല്ലാം? ഏതൊക്കെയാ? വാസസ്ഥലത്തിന്റെ നഷ്ടവും വിഘടനവും, അമിത ചൂഷണം, വിദേശീയ ജീവികളുടെ കടന്നുകയറ്റം, സഹവംശനാശനം. ഇത് ഇത്രയും ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം ഏത് വർഷമാണ്? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്. ഓപ്ഷൻ ഒന്നും വായിക്കുന്നത്. ഓപ്ഷൻ ഡി 2005 ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് 2005 എന്ന് ഓർത്തിരിക്കാം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22 ആണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 22. ബോർഡ് രൂപീകരിച്ചത് 2005. ഇനി ഇന്ത്യയില് ജൈവ വൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര വർഷം UN പ്രഖ്യാപിച്ചത് എന്നാണ്? 2019. ഇന്ത്യയിൽ ജൈവ വൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര വർഷം UN പ്രഖ്യാപിച്ചത് 2019. യുണൈറ്റഡ് നേഷൻ ഡെക്കേഡ്സ് ഓൺ ബയോഡൈവേഴ്സിറ്റി ചോദിച്ചാൽ അത് 2011 മുതൽ 2020 വരെയാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്,
ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് അത് വയനാട് ജില്ലയിലെ എടവകയാണ് കേട്ടോ. വയനാട് ജില്ലയിലെ എടവകയിലാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്, വയനാട് ജില്ലയിലെ എടവക. ഇനി ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായത് എന്നാണ്? 2002 ഇന്ത്യൻ ബയോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായ വർഷം 2002. ഈ ആക്ടിന്റെ ഫലമായിട്ട് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി പാസ്സാക്കിയത് അല്ലെങ്കിൽ സ്ഥാപിതമായത് എന്നാ? അത് 2003. അപ്പൊ 2005 പറഞ്ഞു, 2003 പറഞ്ഞു, 2002 പറഞ്ഞു, 2009 പറഞ്ഞു. ഈ വർഷങ്ങളൊന്നും കൺഫ്യൂസ് ആയി പോകരുത്. ഈ ആക്ടിന്റെ ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പ്രകാരം നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി സ്ഥാപിതമായത് 2003. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹിർസ്ഥല സംരക്ഷണ രീതി അല്ലാത്തത് എക്സൈറ്റു കൺസർവേഷൻ ഏതാണ്? എക്സൈറ്റു കൺസർവേഷൻ ഏതാണ്? ഏതാ? മൃഗശാലയാണോ, സസ്യോദ്യാനമാണോ, ദേശീയോദ്യാനമാണോ, അതോ സഫാരി പാർക്കുകളാണോ? ഓപ്ഷൻ സി ദേശീയോദ്യാനങ്ങളാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹിർസ്ഥല സംരക്ഷണ രീതി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സൈറ്റു കൺസർവേഷൻ അല്ലാത്തത് ഏതാണ്? ദേശീയോദ്യാനങ്ങളാണ്. മൃഗശാല, സസ്യോദ്യാനം, സഫാരി പാർക്കുകൾ എല്ലാം എന്താണ്? എക്സൈറ്റു കൺസർവേഷൻ ആണ്. അപ്പൊ ഒരു ചോദ്യം ഇങ്ങനല്ലേ വരേണ്ടത്, ഇൻസൈറ്റു കൺസർവേഷൻ ഏതാണ്? ഇൻസൈറ്റു കൺസർവേഷൻ ഏതാ? അത് ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്കാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്താ പറഞ്ഞേ? താഴെ പറയുന്നവയിൽ ബഹിർസ്ഥല സംരക്ഷണ രീതി അല്ലാത്തത്, എക്സൈറ്റു കൺസർവേഷൻ അല്ലാത്തത് ഏതാണ്? ദേശീയോദ്യാനങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഇൻസൈറ്റു കൺസർവേഷൻ, എന്താണ് എക്സൈറ്റു കൺസർവേഷൻ? നമുക്ക് രണ്ടും അറിയണം അല്ലെ? എക്സിറ്റു കൺസർവേഷനും അറിയണം, ഇൻസിറ്റു കൺസർവേഷനും അറിയണം. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? നമുക്ക് നോക്കാം. സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വന്യജീവി സങ്കേതങ്ങള്, നാഷണൽ പാർക്കുകള്, കമ്മ്യൂണിറ്റി റിസർവുകള്, ബയോസ്ഫിയർ റിസർവുകള്, കാവുകള്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകള്, ഇവയെല്ലാം എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ ആണ്. ഇതെല്ലാം സംരക്ഷിക്കപ്പെടണം. ഈ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവികളും അവയുടെ തന്നെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ മൃഗശാല എടുക്കാണ്. മൃഗശാല ഒരാൾ പണിഞ്ഞ് അതിനകത്ത് ആ ഒരു പരിധിയിലാണ് ഈ മൃഗങ്ങളെല്ലാം ജീവിക്കുന്നത് അല്ലെങ്കിൽ പക്ഷികളെല്ലാം ജീവിക്കുന്നത്. പക്ഷേ ഇൻസിറ്റു കൺസർവേഷൻ പറയുകയാണെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയിലാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നതാണ്. ഉദാഹരണം ഓർക്കാൻ വേണ്ടി പറയുകയാണെ അതാണ് എന്താ? ഇൻസിറ്റു കൺസർവേഷൻ. സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി ഇൻസിറ്റു കൺസർവേഷൻ. ഉദാഹരണം ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാ? വന്യജീവി സങ്കേതങ്ങള്, നാഷണൽ പാർക്കുകള് അല്ലെങ്കിൽ ദേശീയോദ്യാനങ്ങള്, കമ്മ്യൂണിറ്റി റിസർവുകള്, ബയോസ്ഫിയർ റിസർവുകള്, കാവുകള്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ഇനി ഇതിനെ പറ്റി എല്ലാം നിങ്ങൾക്ക് പഠിക്കണം. അതെല്ലാം നിങ്ങൾ ജിയോഗ്രാഫിയിലോ ഭൂമിശാസ്ത്രത്തിൽ നിങ്ങൾക്ക് പറയും, അതിൽ നിന്ന് നോക്കുക കേട്ടോ. അപ്പം ഇവിടെ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തത് എന്താണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ബഹിർസ്ഥത നമ്മൾ മുമ്പ് പറഞ്ഞു. എന്താണ്? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കപ്പെടുന്ന രീതിയാണ് എക്സിറ്റു. എക്സ് പുറത്ത്, അങ്ങനെ ഓർത്താൽ മതി. ക്ലിയർ ആയോ? അതിനുദാഹരണം മൃഗശാല, സസ്യോദ്യാനം, സഫാരി പാർക്കുകൾ എന്നിവയെല്ലാം എന്താണ്? എന്താ? ഈ എക്സിറ്റു കൺസർവേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ. ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപവൽക്കരണം ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? നോർമാൻ മേയർ ആണ് കേട്ടോ. നോർമാൻ മേയർ ആണ്. ഉദാഹരണം ഒന്നും പറയുന്നില്ല. നോർമാൻ മേയർ ആണ് ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ട് എന്ന ആശയം രൂപവൽക്കരണം ചെയ്ത ശാസ്ത്രജ്ഞൻ. ക്ലിയർ ആയോ? അപ്പൊ എന്താ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്?
അപൂർവമായി കാണപ്പെടുന്നതോ പ്രാദേശികമായി കാണപ്പെടുന്നതോ ആയ ജീവവർഗങ്ങളുടെ ഉയർന്ന വൈവിധ്യമുള്ള മേഖലയാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹിമാലയം, പശ്ചിമഘട്ടം, ഇൻഡോ ബർമ മേഖല, സുൻഡാലാൻഡ് ഇവിടെയെല്ലാം നമുക്ക് അപൂർവമായി അല്ലെങ്കിൽ പ്രാദേശികമായി കാണപ്പെടുന്ന ഒട്ടനവധി ജീവവർഗങ്ങളുണ്ട് അല്ലെ. ഇവയുടെ ആ ഒരു ജൈവ വൈവിധ്യ മേഖലയെ പറയപ്പെടുന്ന പേരാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്ന്. അങ്ങനെയെങ്കിൽ ആരാണ് സുന്ദർലാൽ ബഹുഗുണ? നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻസിനകത്ത് ഉണ്ടായിരുന്നു സുന്ദർലാൽ ബഹുഗുണ അല്ലെ. ആരാണ് സുന്ദർലാൽ ബഹുഗുണ? ഭാരതത്തിലെ ശ്രദ്ധേയനായ ഒരു പരിസ്ഥിതി പ്രവർത്തകനും അടുത്തതായി ഇമ്പോർട്ടന്റ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവുമായ വ്യക്തി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. സുന്ദർലാൽ ബഹുഗുണ. അടുത്ത ചോദ്യം ഇതാ, എഡ്വേർഡ് വിൽസൺ. ആരാ എഡ്വേർഡ് വിൽസൺ? ജൈവ വൈവിധ്യത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് എഡ്വേർഡ് വിൽസൺ ആണ്. ജൈവ വൈവിധ്യത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് എഡ്വേർഡ് വിൽസൺ. നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ്? ജൈവ വൈവിധ്യത്തിന്റെ ഹോട്ട്സ്പോട്ട് എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞനാണ് നോർമാൻ മേയർ. ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ്, ജൈവ വൈവിധ്യത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് എഡ്വേർഡ് വിൽസൺ ആണ്. എഡ്വേർഡ് വിൽസൺ. അങ്ങനെയെങ്കിൽ അടുത്തത് വേട്ടക്കാരനും സംരക്ഷകനുമായ പ്രകൃതി ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത്. വേട്ടക്കാരനും സംരക്ഷകനുമായ പ്രകൃതി ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജിം കോർബറ്റ് ആണ്. ജിം കോർബറ്റ്. മറന്നുപോവല്ലേ? ജിം കോർബറ്റ്. ഓർത്തിരിക്കുക, ജിം കോർബറ്റ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം. സ്വതന്ത്ര ഇന്ത്യയിൽ എന്നാണ് ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ചത്? എന്നാ? 1952 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1952 ദേശീയ വനനയം എന്നാണ്? 1988 അതെങ്ങനെയാണ് വന്നത്? 1894 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വനനയം നടപ്പിലാക്കിയത്. അത് 1952 1988 1894 വനനയം പുനഃപരിശോധിക്കുകയും 1988 വനനയം പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കാണ് പ്രാധാന്യം നൽകിയതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഒന്നുമില്ല, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷമാണ് സ്വതന്ത്ര ഇന്ത്യ. അതാണ് ആലോചിക്കേണ്ടത്. സ്വതന്ത്ര ഇന്ത്യയിൽ എന്നാണ് വനനയം പ്രഖ്യാപിച്ചത്? 1952 ക്ലിയർ ആയോ? ദേശീയ വനനയം എന്നാണ്? 1988 ദേശീയ വനനയം 1988. അങ്ങനെയെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ആദ്യത്തെ വനനയം നടപ്പിലാക്കിയത് 1894. കേന്ദ്ര വനസംരക്ഷണ നിയമം ഫോറസ്റ്റ് ആക്ട് പ്രാബല്യത്തിൽ വന്നതെന്ന 1980 ബീസ്റ്റ് ഓഫീസർ അതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് ഇതൊക്കെ കേട്ടോ. കേന്ദ്ര വനസംരക്ഷണ നിയമം ഫോറസ്റ്റ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1980. പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നാ നിലവിൽ വന്നത് 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. ഇനി കേരള വനസംരക്ഷണ നിയമം എന്ന 1961. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. അപ്പൊ പരിസ്ഥിതി സംരക്ഷണ നിയമവും കേരള വൃക്ഷ സംരക്ഷണ നിയമവും 1986. കേരള വനസംരക്ഷണ നിയമം എന്നാണ് 1961. മറന്നു പോവല്ലേ? ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്, ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്. ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ വായിക്കുന്നില്ല. ലോക വനദിനം എന്നാണ്? ലോക വനദിനം മാർച്ച് 21. ഓപ്ഷൻ എ മാർച്ച് 21 ലോക വനദിനം. ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 21 എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ കുറച്ച് അന്താരാഷ്ട്ര ദിനങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം മുമ്പ് നമ്മൾ ഭക്ഷ്യസുരക്ഷാ ദിനവും ഭക്ഷ്യദിനവും അതേപോലെയുള്ള വനിതാ ദിനവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ? കഴിഞ്ഞ ദിവസം അല്ല, ഇപ്പം തന്നെ മുമ്പ് പറഞ്ഞു, മാർച്ച് 8 എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇവിടെ പറയുന്ന അന്താരാഷ്ട്ര ദിനങ്ങളാണ് അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29, അന്താരാഷ്ട്ര വനദിനം മാർച്ച് 21, ലോക വന്യജീവി ദിനം മാർച്ച് 3, ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22, ജലദിനം എന്നാണ്? മാർച്ച് 22. അപ്പൊ മാർച്ച് 23 എന്താണ്? കാലാവസ്ഥാ ദിനമാണെന്ന് ഓർത്തിരിക്കുക. മാർച്ച് 23 കാലാവസ്ഥാ ദിനം കേട്ടോ. കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് മാർച്ച് 23 കാലാവസ്ഥാ ദിനം. അതും ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? കടുവാ ദിനം ജൂലൈ 29, മറന്നു പോവല്ലേ? കടുവാ ദിനം ജൂലൈ 29, വനദിനം മാർച്ച് 21,
ലോക വന്യജീവി ദിനം മാർച്ച് 3, ജൈവ വൈവിധ്യ ദിനം മെയ് 22, ജലദിനം മാർച്ച് 22. അപ്പൊ ലോക വനദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? മാർച്ച് 21 എന്ന് ഓർത്തിരിക്കാം. അടുത്തത് പരിസ്ഥിതി ദിനം, എല്ലാവർക്കും അറിയാം ജൂൺ 5. മൃഗദിനം എന്നാണ്? ഒക്ടോബർ 4 കേട്ടോ. മൃഗദിനം ഒക്ടോബർ 4. ലോക ഗജദിനം എന്നാണ്? ഓഗസ്റ്റ് 12. ലോക ഗജദിനം ഓഗസ്റ്റ് 12. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ ദിനം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഭൗമദിനം ഏപ്രിൽ 22. ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോളെ. അപ്പൊ മെയ് 22, മാർച്ച് 22, ഏപ്രിൽ 22 ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ഓർത്തിരിക്കുക. കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആയി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പരിസ്ഥിതി സംഘടനയായ IUCN-ന്റെ ആസ്ഥാനം. ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. പരിസ്ഥിതി സംഘടനയായ IUCN-ന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് IUCN-ന്റെ പൂർണ്ണരൂപം. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയാണ് IUCN. നിലവിൽ വന്നത് 1948 പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയാണ് IUCN എന്ന് പറയുന്നത്. IUCN-ന്റെ പൂർണ്ണരൂപം നമ്മൾ പറഞ്ഞു. IUCN തയ്യാറാക്കിയ ഒരിക്കലും തിരിച്ചു വരാത്ത ജൈവ വൈവിധ്യ തുരുത്തുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശം ഏതാണ്? അത് പശ്ചിമഘട്ടമാണ്. IUCN തയ്യാറാക്കിയ ഒരിക്കലും തിരിച്ചു വരാത്ത ജൈവ വൈവിധ്യ തുരുത്തുകളുടെ പട്ടിക, ഇറിപ്ലേസബിൾ ബയോഡൈവേഴ്സിറ്റി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ നിന്നുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പശ്ചിമഘട്ടമാണ് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ശരിയായ പ്രസ്താവനയാണല്ലേ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഒന്ന് പറയുന്നത്, വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് റെഡ് ഡേറ്റ ബുക്ക്. ശരിയാണോ? റെഡ് ഡേറ്റ ബുക്ക് എന്താ? ശരിയായിട്ടുള്ള പ്രസ്താവനയാ. വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിനെ അറിയപ്പെടുന്ന പേരെന്താണ്? റെഡ് ഡേറ്റ ബുക്ക് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി 2 നോക്കിയേ, റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. നമ്മളിപ്പോ IUCN എന്താണെന്ന് പഠിച്ചു. IUCN ആണോ റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്? ആണ്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. IUCN ആണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? IUCN ആണ്. ഇനി മൂന്നാമത് നോക്കിയേ, പക്ഷികളുടെ ഒരു പ്രാദേശിക പ്രത്യേക ചുവപ്പ് പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. പക്ഷികളുടെ ഒരു പ്രാദേശിക പ്രത്യേക ചുവപ്പ് പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ശരിയാണോ? അത് കേരളമാണോ? അതും കേരളവാ. മൂന്നാമത്തെ പ്രസ്താവന ശരിയാ. 4 നോക്കൂ, റെഡ് ഡേറ്റ ബുക്കിലെ പിങ്ക് പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളാണ്. ശരിയാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് റെഡ് ഡേറ്റ ബുക്ക് 3 പേജുകളിലാണ്. അതിനകത്ത് പിങ്ക് പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങൾ. അപ്പൊ 4ാമത്തെ ശരിയാണ്. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പൊ ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്യുന്നു? റെഡ് ഡേറ്റ ബുക്ക്. അപ്പൊ റെഡ് ഡേറ്റ ബുക്കിനെ പറ്റി നിങ്ങൾ പഠിച്ചു. ഒന്ന് പറഞ്ഞ എന്താണ് റെഡ് ഡേറ്റ ബുക്ക്? വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് റെഡ് ഡേറ്റ ബുക്ക്. ഈ റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. IUCN എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. IUCN ആണ് ആദ്യത്തെ സംഘടന എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അടുത്തത്, പക്ഷികളുടെ ഒരു പ്രാദേശിക പ്രത്യേക ചുവപ്പ് പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. റെഡ് ഡേറ്റ ബുക്കിലെ പിങ്ക് പേജുകൾ പറയുന്നത് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളെയാണ്. അങ്ങനെയെങ്കിൽ ചുവന്ന നിറത്തിലുള്ള പേജ് സൂചിപ്പിക്കുന്നത് എന്താണ്? വംശനാശം സംഭവിച്ച സ്പീഷീസുകളാണ്. അപ്പം ചിലവര് ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഓർക്കും, ചുമപ്പെന്ന് പറയുമ്പോൾ റെഡ് അലേർട്ട്, ഏറ്റവും ഗുരുതരമായിട്ട് വംശനാശ ഭീഷണി. അല്ല, അതേതാണ്? പിങ്ക് ആണ്. വംശനാശം സംഭവിച്ച സ്പീഷീസുകളുടെ വംശനാശം
സംഭവിച്ച സ്പീഷീസുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ചുവന്ന നിറത്തിലെ പേജ്. പച്ച പേജ് എന്താണ്? മുമ്പ് വംശനാശ ഭീഷണി നേരിട്ടതും എന്നാൽ നിലവിൽ വംശനാശ ഭീഷണിയിൽ നിന്നും മുക്തരായവരുമായ ജീവിവർഗങ്ങളാണ് പച്ച പേജ് എന്ന് പറയുന്നത്. മുമ്പ് വംശനാശ ഭീഷണി നേരിട്ടതാണ്, എന്നാൽ നിലവില് വംശനാശ ഭീഷണിയിൽ നിന്നും മുക്തരായവരാണ് പച്ച പേജ്. അപ്പൊ പിങ്ക്, ചുവപ്പ്, പച്ച ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണെന്ന് ഓർത്തിരിക്കുക. മൗറീഷ്യസിൽ നിന്നും വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷി ഏതാണ്? ഡോഡോ ആണ്. മൗറീഷ്യസിൽ നിന്നും വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷി ഡോഡോ. അമേരിക്കയിൽ നിന്നും വംശനാശം സംഭവിച്ച പക്ഷി ഏതാണ്? സഞ്ചാരി പ്രാവാണ്. അമേരിക്കയിൽ നിന്നും വംശനാശം സംഭവിച്ച പക്ഷി സഞ്ചാരി പ്രാവ്. ആഫ്രിക്കയുടെ തെക്ക് ഭാഗങ്ങളിൽ നിന്ന് വംശനാശം സംഭവിച്ച ജീവി ഏതാണ്? കാട്ട് സീബ്ര ഇനമായ ക്വാഗകളാണ്. ക്വാഗകൾ. അപ്പൊ ഓർത്തിരിക്കാം, മൗറീഷ്യസ് ആണെങ്കിൽ ആരാണ്? ഡോഡോ. അതല്ല അമേരിക്കയിൽ നിന്നുള്ളതാണെങ്കിൽ ചോദിച്ചാൽ സഞ്ചാരി പ്രാവ്. ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നാണെങ്കിൽ ഏതാണ്? കാട്ട് സീബ്രയുടെ ഇനമായ ക്വാഗകളാണ്. ക്വാഗകൾ. അങ്ങനെയെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP യെ കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നമ്മൾ IUCN ആണ് മുമ്പ് പറഞ്ഞത്, ഇത് UNCP. തിരിഞ്ഞു പോവല്ലേ? 1972 രൂപീകരിച്ചത്. ശരിയായ പ്രസ്താവനയാണ് 2. UNEP ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയിലാണ്. 3. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ UN മുഖ്യ കാര്യ പരിപാടികളിൽ ഒന്നാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? എല്ലാം ശരിയാ. അപ്പൊ UNEP പറ്റി പഠിച്ചല്ലോ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്നാ രൂപീകരിച്ചത്? 1972. അപ്പൊ IUCN എന്നാണ്? IUCN 1948. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന IUCN ആണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN. ഇവിടെ പറഞ്ഞ എന്താണ്? UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം സ്ഥാപിച്ചത് 1972. UNEP ആസ്ഥാനം എവിടെയാണ്? കെനിയയിലെ നെയ്റോബിൽ ആണ്. അങ്ങനെയെങ്കിൽ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ UNEP മുഖ്യ കാര്യ പരിപാടികളിൽ ഒന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് IUCN ആണ്. IUCN നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ UNEP ഓർത്തിരിക്കുക. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ചിപ്കോയാണോ, അതോ ജംഗിൾ ബച്ചാവോ ആന്തോളനാണോ, ആപ്പിക്കോ പ്രസ്ഥാനമാണോ, ബൈഷ്ണോയി പ്രസ്ഥാനമാണോ? ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആപ്പിക്കോ പ്രസ്ഥാനമാണ്. ആപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഡേറ്റ് ഓർത്ത് വെക്കുക. 1900 വർഷം ഓർത്തിരിക്കുക. 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അപ്പിക്കോ പ്രസ്ഥാനമാണ്. കന്നഡ ഭാഷയിൽ അപ്പിക്കോ എന്ന പദത്തിനർത്ഥം ആലിംഗനം ചെയ്യുക. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആലിംഗനം ചെയ്യുക. ആലിംഗനം ചെയ്യുക എന്നതാണ് അർത്ഥം. നമ്മൾ മുമ്പ് പഠിച്ചു ആപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരായിരുന്നു? സുന്ദർലാൽ ബഹുഗുണയുടെ പിന്തുണയോടെ പ്രസ്ഥാനം ആരംഭിച്ചത് പാണ്ഡുരംഗ ഹെഗ്ഡെ ആണ്. പാണ്ഡുരംഗ ഹെഗ്ഡെ. അപ്പം സുന്ദർലാൽ ബഹുഗുണ എന്ന് എഴുതി വെക്കരുത്. സുന്ദർലാൽ ബഹുഗുണയുടെ പിന്തുണയോടെ ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് പാണ്ഡുരംഗ ഹെഗ്ഡെ ആണ്. 1973 ചമോലി ജില്ലയിൽ ഉത്തരാഖണ്ഡിലാണത് വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചിപ്കോ സമരമാണ്. അപ്പം ആപ്പിക്കോ പ്രസ്ഥാനം എന്താണെന്ന് ഓർത്തിരിക്കുക. അത് കർണാടകത്തിൽ നടന്നതാണ്. ഇത് ചമോലി ജില്ലയിൽ 1973 ചമോലി ജില്ലയിൽ നടന്ന അക്രമരഹിത വിപ്ലവം ഏതാണ്? സമരം ഏതാണ്? അത് ചിപ്കോ സമരമാണ്. ചിപ്കോ പ്രസ്ഥാനം ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനമാണ്. അപ്പം സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? അത് ചിപ്കോ പ്രസ്ഥാനമാണ്. ഇത് ആപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെ ആണ്. ഇത് രണ്ടും ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാന നേതാവ് ആര്? ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാന നേതാവ് ആരാണ്?
ഗൗരാദേവിയാണ് കേട്ടോ. ഗൗരാദേവിയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്ന അല്ലെങ്കിൽ നേതാവ് എന്നറിയപ്പെടുന്നത്. ഇനി ഇതിനകത്തൊരു ചോദ്യം വരുന്നത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്, ഇന്ത്യയിലെ പരിസ്ഥിതിയുടെ മാതാവല്ല, ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഈ ചിപ്കോ പ്രസ്ഥാനമാണ് എന്ന് ഓർത്തിരിക്കുക. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്നതാണ് ചിപ്കോ എന്ന വാക്കിന് അർത്ഥം. അതേപോലെ തന്നെ അതിന്റെ മുദ്രാവാക്യം, ചിപ്കോയുടെ മുദ്രാവാക്യം എന്താണ്? ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്. ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്നതാണ് ചിപ്കോയുടെ ആപ്തവാക്യം അല്ലെങ്കിൽ മുദ്രാവാക്യം എന്നത്. അപ്പം ആപ്പിക്കോ പ്രസ്ഥാനം എന്താണെന്ന് ഓർത്തിരിക്കുക. ആപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു, പാണ്ഡുരംഗ ഹെഗ്ഡെ ആണ്. ആപ്പിക്കോ പ്രസ്ഥാനം അല്ലെങ്കിൽ ആപ്പിക്കോ എന്ന വാക്കിന് അർത്ഥം ആലിംഗനം ചെയ്യുക എന്നതാണ്. ഇനി ചിപ്കോ സമരം എന്താണ് അല്ലെങ്കിൽ ചിപ്കോ പ്രസ്ഥാനം എന്താണെന്ന് പറഞ്ഞു. ചിപ്കോ പ്രസ്ഥാനം, ചിപ്കോ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഒട്ടി നിൽക്കുക അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുക എന്നതാണ് ചിപ്കോ സമരം. ചിപ്കോ പ്രസ്ഥാനത്തിന് ആപ്പിക്കോയാണ് ആലിംഗനം ചെയ്യുക. ചിപ്കോ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ ഒട്ടി നിൽക്കുക എന്നതാണ്. 1973 ചാമോലി ജില്ലയിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരമാണ് ചിപ്കോ സമരം ഒക്കെ ഓർത്തിരിക്കുക. അതിന്റെ നേതാവ് ഗൗരി ദേവിയാണ്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ് എന്നൊക്കെ ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ എന്താണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ? നമ്മൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ പറഞ്ഞു, അതാരായിരുന്നു? മേധാ പട്കർ ആണ്. ഇവിടെ പറഞ്ഞത് ജംഗിൾ ബച്ചാവോ ആന്തോളൻ 1980കളിൽ സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ വളർത്താൻ തീരുമാനിച്ച പദ്ധതിക്കെതിരെ ബീഹാറിൽ നടന്ന പ്രക്ഷോഭമാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. അപ്പോൾ എന്താണ് ജംഗിൾ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ പേര്? ജംഗിൾ ബച്ചാവോ ആന്തോളനത്തിന് നേതൃത്വം നൽകിയത് ബീഹാറിലെ സിംഘം ജില്ലയിലെ ആദിവാസികളാണ്. നിലവിലെ സിംഘം ജില്ല ജാർഖണ്ഡിന്റെ ഭാഗമാണെന്നൂടെ ഓർത്തിരിക്കുക. ക്ലിയർ ആയോ? അപ്പം ജംഗിൾ ബച്ചാവോ ആന്തോളൻ, ആപ്പിക്കോ പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനം എന്നിവയെല്ലാം ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് വൈഷ്ണോയി വിഭാഗക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നത്? ബിഷ്ണോയി വിഭാഗക്കാർ നമ്മൾ അവിടെ ഒരു ചോദ്യം പറഞ്ഞായിരുന്നു അല്ലെ? ആ ഓപ്ഷൻസിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ഓപ്ഷൻ എ വനനശീകരണം, ഓപ്ഷൻ ബി കന്നുകാലി പരിപാലനം, ഓപ്ഷൻ സി വനസംരക്ഷണം, ഓപ്ഷൻ ഡി ജും കൾട്ടിവേഷൻ. ഇതിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ആ ഓപ്ഷൻസ് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ഏതുമായിട്ടാണ്. ഓപ്ഷൻ സി വനസംരക്ഷണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബിഷ്ണോയി വിഭാഗക്കാർ വനസംരക്ഷണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് ബിഷ്ണോയി പ്രസ്ഥാനം എന്ന് പറയുന്നത്? 1730കളില് രാജസ്ഥാനിലെ ബിഷ്ണോയി ഗ്രാമത്തില് ജോധ്പൂർ രാജാവ് കൊട്ടാരം നിർമ്മിക്കാനായി മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ഗ്രാമത്തിലെ ഒരു സംഘം സ്ത്രീകൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ബിഷ്ണോയി പ്രസ്ഥാനം. ബിഷ്ണോയി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അമൃത ദേവി ബിഷ്ണോയി ആണ്. അമൃത ദേവി ബിഷ്ണോയി. അപ്പം ബിഷ്ണോയി പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം വനസംരക്ഷണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബിഷ്ണോയി പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ഖജാർലിയാണ്. രാജസ്ഥാനിലെ ഖജാർലിയിലാണ് ഇത് ആരംഭിച്ചത്, ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. അതേപോലെ തന്നെ അമൃത ബിഷ്ണോയിയുടെ സ്മരണാർത്ഥം ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അമൃത ദേവി ബിഷ്ണോയി നാഷണൽ അവാർഡ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അമൃത ദേവി ബിഷ്ണോയി നാഷണൽ അവാർഡ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അപ്പം ബിഷ്ണോയി പ്രസ്ഥാനം എന്താണെന്ന് ഓർത്തിരിക്കുക. അതിന്റെ നേതാവ് ആരാണ്? അമൃത ദേവി ബിഷ്ണോയി ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. ഏതാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ്, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ഇവയിൽ ഏതാണ് പ്രകൃതി ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം? എല്ലാം മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, കേരള റവന്യൂ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് എന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, 2012 ഉരുൾപൊട്ടൽ ഉണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? മലപ്പുറം, കോഴിക്കോട്, ഇടുക്കി, വയനാട്. ഇപ്പൊ ചോദിക്കാം, ഈ 2012 നടന്നത് ഇപ്പോ ചോദിക്കൂ. 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
2023 ചോദിച്ചതാ, 2022 ചോദിച്ചായിരുന്നു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട്. അപ്പൊ 2012 ഉരുൾപൊട്ടൽ ഉണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാ? ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ 2012 ചോദിച്ചില്ല എന്ന് പറയരുത്, 2023 ചോദിച്ച ചോദ്യമാ. 2012 ഉരുൾപൊട്ടൽ ഉണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ, ഉരുൾപൊട്ടൽ ഉണ്ടായത് ഏത് ജില്ലയിലാണ്? വയനാട്. 2024 ഉരുൾപൊട്ടൽ ഉണ്ടായത് വയനാട് ജില്ലയിലാണ് അല്ലെ. ഒരുപാട് നാശനഷ്ടങ്ങളും നമുക്ക് ഒരുപാട് വിഷമങ്ങളും നൽകിയ ഒരു സംഭവമായിരുന്നു അത്. അങ്ങനെയെങ്കിൽ 2001 ഉരുൾപൊട്ടൽ ഉണ്ടായത് അമ്പൂരിയാണ്. അമ്പൂരി ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരമാണ്. 2001 ഇടുക്കിയില് വെണ്ണിയാനിയിൽ ഉണ്ടായി. പുല്ലൂരാംപാറ കോഴിക്കോടാണ്. 2012 ചീയപ്പാറ ഇടുക്കി. 2013 കവളപ്പാറ മലപ്പുറം. 2019 പുത്തുമല വയനാട്. 2019 പെട്ടിമുടി ഇടുക്കി. 2020 അപ്പം പെട്ടിമുടി എവിടെ, ഏത് ജില്ലയിലാണ്? 2020 ഉരുൾപൊട്ടൽ ഉണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയിലാണ്. 2024 ചൂരൽമല, അതൊന്ന് ഓർത്തിരിക്കുക, എവിടാണ്? വയനാട് ജില്ലയിലാണ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ വായിക്കണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം ഏതാണ്. ഓപ്ഷൻ ബി ആണ്, ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു ഓർത്തിരിക്കുക, അമ്ലമഴയ്ക്ക് കാരണം എന്താണ്? വായു മലിനീകരണമാണ്. അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അമ്ലമഴയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വായു മലിനീകരണമാണെന്നുകൂടി ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക. ഇനി ഇതിനകത്ത് ആനന്ദ് മോഹൻ ചക്രവർത്തി പേറ്റന്റ് മൈക്രോബയോളജിയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. പേറ്റന്റ് മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ഹർഗോവിന്ദ് ഖരാനെ, നമ്മളിവിടെ പറഞ്ഞു അല്ലെ, ഹർഗോവിന്ദ് ഖരാനെ ആരാണ് അദ്ദേഹം? 1968 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ്. ഒളിഗോ ന്യൂക്ലിയോടൈഡുകളെ രാസപരമായി സമന്വയിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖരാനെ. അങ്ങനെയെങ്കിൽ അനിൽ കാഗോദർ ആരാണ്? അനിൽ കാഗോദ്കർ ഇന്ത്യൻ ആണവ ഭൗതിക ശാസ്ത്രജ്ഞനും മെക്കാനിക്കൽ എഞ്ചിനീയറുമാണ്. അറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് അനിൽ കാഗോദ്കർ. അങ്ങനെയെങ്കിൽ ആരാണ്? അദിതി പന്ത് ഇന്ത്യൻ സമുദ്ര ശാസ്ത്രജ്ഞയാണ്. ഓർത്തിരുന്നോണം, അദിതി പന്ത് ഇന്ത്യൻ സമുദ്ര ശാസ്ത്രജ്ഞയാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? അങ്ങനെ ചോദ്യം വന്നു. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുക്കും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന് കീഴിലാണെന്നാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അപ്പം ഇങ്ങനെ ചോദ്യം വരാം, ഈ ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്ത്? എന്താ? തെളിനീരൊഴുകും നവകേരളം. അപ്പൊ ഇതെല്ലാം പഠിക്കണമല്ലോ. അങ്ങനെയെങ്കിൽ നോക്കൂ, എന്താണ് ജലവാഹിനി എന്ന് പറയുന്നത്? നിലവിലുള്ള പരമ്പരാഗത ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിച്ചും സംരക്ഷിച്ചും പ്രാദേശിക ജലാശയങ്ങൾ നിറവേറ്റുന്ന പദ്ധതിയാണ് ജലവാഹിനി എന്ന് പറയുന്നത്. അപ്പൊ എന്താ? ഓപ്പറേഷൻ ജലധാര. നഗരപ്രദേശത്തെ തോടുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്നതിനായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം നൽകിയ പദ്ധതി അല്ലെങ്കിൽ രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര. അപ്പോ ജലവാഹിനി എന്താണെന്ന് ഓർത്തിരിക്കുക, തെളിനീരൊഴുകും നവകേരളം. ഓപ്പറേഷൻ ജലധാര എന്താണ്? അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ വാഹിനി എന്താണ്? ഇപ്പം ചോദിച്ചൊരു ചോദ്യം അല്ലെ, ഓപ്പറേഷൻ വാഹിനി. എറണാകുളം ജില്ലയിലെ പ്രധാന ജലശാലയങ്ങളിലെ അല്ലെങ്കിൽ ജലാശയങ്ങളിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് ചെളിയും എക്കലും നീക്കം ചെയ്യുന്നതിനുമുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി. അപ്പൊ എറണാകുളം ജില്ലയിലെ ഓപ്പറേഷൻ വാഹിനി, ഓപ്പറേഷൻ ജലധാര തിരുവനന്തപുരം ജില്ലയിലെയാണ്. അതേപോലെ തന്നെ നിലവിലുള്ള പരമ്പരാഗത ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിച്ചും അതേപോലെ തന്നെ സംരക്ഷിച്ചും പ്രാദേശിക ജലാശയങ്ങൾ നിറവേറ്റുന്ന പദ്ധതിയാണ് ജലവാഹിനി. അപ്പൊ എന്താ നീരുറവ എന്ന് പറയുന്നത്? നീരുറവ
ജലവിതരണത്തിന്റെ സ്രോതസ്സുകളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ജല അതോറിറ്റി നടപ്പാക്കുന്ന പദ്ധതിയാണ് നീരുറവ. ജലവിതരണത്തിന്റെ സ്രോതസ്സുകളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജല അതോറിറ്റി രൂപീകരിച്ച അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നീരുറവ പദ്ധതി. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ SCRT ഫാക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും ക്ലാസ് കാണുക, ക്ലാസ് കണ്ട ശേഷം PDF വായിക്കുക, ദെൻ പോൾ വർക്കൗട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കിയേ, ആദ്യം ജീവമണ്ഡലം എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് പറയുന്നില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇക്കോളജി എന്താണ്, ഇക്കോളജി എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? എന്താണ് ഇക്കോളജി? ആദ്യത്തെ ചോദ്യം തന്നെ അതായിരുന്നു. അതേപോലെ തന്നെ ഉപഭോക്താക്കൾ, ഉൽപാദകർ, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് അല്ലെ? അതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ? സസ്യങ്ങൾ ഉൽപാദകരാണ്. ഉപഭോക്താക്കൾ ആരൊക്കെ വരും? സസ്യാഹാരികൾ, മാംസാഹാരികൾ, അതെല്ലാം വരുമെന്ന് പറഞ്ഞു. അജീവീയ ഘടകങ്ങൾ കണ്ടോ? അജീവീയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? മണ്ണ്, വായു, ജലം, താപം, സൂര്യപ്രകാശം എല്ലാം അജീവീയമാണ്. ജീവിയ ഘടകങ്ങൾ കുളത്തിലെ മീനുകള്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു, സസ്യങ്ങൾ എന്നിവയെല്ലാം. ഇനി ട്രോപ്പിക് ലെവൽ അല്ലെങ്കിൽ പോഷണ തലങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു മാംസാഹാരികളുടെ പോഷണ തലം എത്രയാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തതേ ഉള്ളൂ. അടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ പോഷണതലം, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ പഠിപ്പിച്ചപ്പം. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞായിരുന്നു. ഇനി ജീവബന്ധങ്ങളും ചിത്രീകരണവും, പൂമ്പും പൂമ്പാറ്റയും, മാവും മരവാഴയും, നെല്ലും കളകളും, മാവും ഇത്തിൽക്കണ്ണിയും, മാനും കടുവയും. നമ്മൾ പരാതം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അതിനകത്ത് വരുന്നതാണ്. ആവാസ വ്യവസ്ഥയിലെ പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ജീവമണ്ഡലങ്ങള്, ജീവമണ്ഡലങ്ങളിനകത്ത് പറഞ്ഞല്ലോ ഇരപിടുത്തം. എന്താണ് ഇരപിടുത്തം? ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നു. 2 പരാത ജീവനം. എന്നാണ്? ഒന്നിന് ഗുണം ആണ്, മറ്റേതിന് ദോഷകരമാണ്. അതേപോലെ തന്നെ പരാതം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. മാവും ഇത്തിൽക്കണ്ണിയും നമ്മൾ പറഞ്ഞായിരുന്നു. ഭാഗിക പരാതത്തിന് ഉദാഹരണമാണ് ചന്ദനമരം. ഇനി മത്സരം, തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്, പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരമാകുന്നതാണ് മത്സരം. മ്യൂച്വലിസം എന്താണ്? 2 ജീവികൾക്കും ഗുണകരമായിട്ടുള്ളതാണ് മ്യൂച്വലിസം. കമൻസലിസം എന്താണ്? ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ഇല്ല ദോഷമോ ഇല്ല. അതാണ് മാവും മരവാഴിയും. ക്ലിയർ ആയല്ലോ? അപ്പൊ ജീവബന്ധങ്ങൾ ഓർത്തിരിക്കാം. ഇനി ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ജൈവ വൈവിധ്യങ്ങൾ എത്ര തരത്തിലുണ്ട് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്താണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളപ്പോ ഓർത്തോണം. SCRT ടെക്സ്റ്റ് ബുക്ക് അതേപടിയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രസ്താവനയായിട്ടൊക്കെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞില്ല, ഇത് ഓർത്തിരിക്കുക. ജൈവ വൈവിധ്യം, ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് 1985 വാൾട്ടർ ജി റോസൻ എന്ന ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് എന്ന് ഓർത്തിരിക്കുക. വാൾട്ടർ ജി റോസൻ, അത് ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം നമ്മൾ പറയാം. ജൈവ വൈവിധ്യം എങ്ങനെയാണ്? അറിയുക, സംരക്ഷിക്കുക, ഉപയോഗിക്കുക. അത് റിപ്പീറ്റ് ചെയ്ത് പോണം. അടുത്തത് ഇൻസിറ്റു കൺസർവേഷൻ പറഞ്ഞായിരുന്നല്ലോ. വന്യജീവി സങ്കേതങ്ങൾ വായിച്ചു നോക്കിക്കോണം. നാഷണൽ പാർക്കുകള്, കമ്മ്യൂണിറ്റി റിസർവുകള്, ഇവയെല്ലാം എന്താണെന്നൊക്കെയാണ് ഈ പറയുന്നത്. പാമ്പാടും ചോല എന്നിവയാണ് കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ചോല, അതേപോലെ തന്നെ മതിൽക്കെട്ടാൻ ചോല, പാമ്പാടും ചോല, ഇവയെല്ലാം എന്താണ്? നാഷണൽ പാർക്കുകളാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ബയോസ്ഫിയർ റിസർവുകൾ, കാവുകള്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, ഇവയെല്ലാം എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. അതേപോലെ തന്നെ എക്സിറ്റു കൺസർവേഷൻ അപ്പൊ എന്താണ്? സുവോളജിക്കൽ ഗാർഡനുകള്. കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ എന്തുണ്ട്? സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട്. അതേപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ഉദാഹരണമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ചു നോക്കോളൂ കേട്ടോ. അടുത്ത ജീൻ ബാങ്കുകൾ. എന്താണ് ജീൻ ബാങ്കുകൾ? വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുടെ ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ആണ് ഇതിന് ഉദാഹരണം. ഇങ്ങനെയും ചോദ്യം കണ്ടിട്ടുണ്ട്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങളൊന്ന് വായിച്ചിരിക്കുക.
അടുത്ത IUCN WWF ആണ്. IUCN നമ്മൾ പഠിച്ചതാണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ആദ്യത്തെ ആദ്യത്തെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ് IUCN. ആദ്യമായിട്ടുള്ള പരിസ്ഥിതി സംഘടനയാണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി WWF എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആണ്. ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവ WWF-ന്റെ ലക്ഷ്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഈ ഒരു സംഘടനയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സ്വിറ്റ്സർലാൻഡ് ആണ്. WWF അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ് ആദ്യാവസാനം വരെ എല്ലാവരും കാണുക. കൂടാതെ നിങ്ങൾ ഈ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. SCRT ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടുത്തിയാണ് നമ്മൾ PDF ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ നേരത്തെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, എന്നാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. അതെല്ലാം നിങ്ങൾ വായിക്കുക. എന്നിട്ട് പോൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.